പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ്. ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരകുണ്ട്. വീട്ടിലിരുന്ന് പഠിച്ച് JEE BARC എൻട്രൻസ് പരീക്ഷയിൽ 99.31% മാർക്ക് നേടിയ ഒരു മിടുക്കിയുണ്ട് വണ്ടൂരിൽ. ചുമട്ടുതൊഴിലാളിയായ പാറപ്പുറവൻ സുധീർ ബാബു, സറഫുനീസ ദമ്പതികളുടെ 3 മക്കളിൽ മൂത്തയാളായ ഹന്ന പർവീനാണ് കോച്ചിങ്ങിന് പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച് അവിശ്വസനീയമായ നേട്ടം കൈവരിച്ച് ഏവർക്കും പ്രചോദനമായത്. ഹന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അധ്യാപിക നന്നായി ചിത്രം വരയ്ക്കുന്ന തന്റെ കൂട്ടുകാരിയോട് ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ നിർദ്ദേശിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. മികച്ചൊരു ചിത്രകാരിയും പേപ്പർ ക്രാഫ്റ്റിൽ വിദഗ്ധയുമായ ഹന്ന ഫുൾ A+ഓടെ +2 വിജയിച്ചതിനു ശേഷം ഭാവിയിൽ ഒരു ആർക്കിടെക്ചർ ആവാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം BARCന് ഈ മേഖലയിലെ പ്രസിദ്ധമായ NIT കോളേജിൽ അഡ്മിഷൻ നേടാനുള്ള എൻട്രൻസ് എക്സാമായ JEE എഴുതാൻ തീരുമാനിക്കുന്നത്. എന്നാൽ ട്യൂഷൻ ഫീയും താമസവും അടക്കം 1.5 ലക്ഷത്തോളം ചെലവ് വരുമെന്നറിഞ്ഞതോടെ ഹന്ന ചുമട്ടുതൊഴിലാളിയായ പിതാവിനെ ബുദ്ധിമുട്ടിക്കാതെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഓൺലൈനിൽ നിന്ന് ഇതിനുള്ള 1500 രൂപയുടെ പുസ്തകം വാങ്ങി കൂടെ യൂട്യൂബും ഗൂഗിളും നോക്കിയുള്ള പഠനവും. 2 സെക്ഷനായിട്ടാണ് പരീക്ഷ. അതേസമയം ആദ്യ സെക്ഷനിൽ തന്നെ മികച്ച വിജയം നേടാൻ ഹന്നയ്ക്കായി. +2 പഠിക്കുന്ന ടൈം ഞങ്ങളെ സൂപ്പർ സീനിയർ സ്കൂളിൽ വന്നിരുന്നു. അപ്പോൾ ആളിങ്ങനെ പറഞ്ഞു, ആള് JEE BARC NIT കാലിക്കറ്റിലാണ് ചെയ്യുന്നത്. അങ്ങനെ BARC കിട്ടാൻ വേണ്ടിയിട്ട് JEE ഇതേ തന്നെ കയറാൻ പറ്റും. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു, ഞാൻ അന്വേഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അന്ന് മുതൽ അങ്ങനെ ഒരു താല്പര്യം മനസ്സിൽ കൂടി NIT തന്നെ പോയി പഠിക്കണം ആർക്കിടെക്ചർ. അങ്ങനെയാണ് +2 കഴിഞ്ഞ് 1 ഇയർ സെൽഫായിട്ട് പഠിച്ചത്. ഫസ്റ്റ് ഇപ്പോൾ പറഞ്ഞിരുന്നു കോച്ചിങ്ങിനൊക്കെ പോയിക്കോന്ന്. പക്ഷേ ഫീ ഞാൻ അന്വേഷിച്ചപ്പോഴൊക്കെ ട്യൂഷൻ ഫീ തന്നെ 80,000 ഒക്കെ വരുന്നുണ്ട്. ഹോസ്റ്റലെല്ലാം കൂടി ആകുമ്പോൾ ഒരു 1.5 ലക്ഷം എന്തായാലും വരും. അപ്പോൾ അത്ര ഒന്നും ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് താങ്ങാൻ കഴിയില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ അപ്പാട് അറിഞ്ഞു 2 സെക്ഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് സെക്ഷൻ എന്തായാലും എഴുതി നോക്കട്ടെ, എന്നിട്ട് കിട്ടിയില്ല എന്ന് വെച്ചെങ്കിൽ സെക്കൻഡ് സെക്ഷൻ ഞാൻ ക്രാഷ് കോഴ്സിന് പോയിട്ട് ചെയ്യാം. പക്ഷേ ഫസ്റ്റ് സെക്ഷൻ റിസൾട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് ഉണ്ട്. സോ ടോട്ടലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മകളുടെ വിജയത്തിൽ രക്ഷിതാക്കളും അതീവ സന്തോഷത്തിലാണ്. OBC വിഭാഗത്തിൽ 160ഉം ജനറൽ വിഭാഗത്തിൽ 557ാമത് റാങ്കുമുണ്ട് ഹന്നയ്ക്ക്. കോച്ചിങ് സെന്ററിലൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഭീമമായ സംഖ്യ 1.5 ലക്ഷം റുപ്യ ലെവലിലൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നമ്മൾ പിന്നെ ചേർത്താൻ അങ്ങനത്തെ ഒരു ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പിന്നെ അങ്ങനെ അതിലും ചേർത്തണ്ട, ഞാൻ തന്നെ ഗൂഗിളും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് പഠിക്കാറ്. ഞാൻ പറഞ്ഞു പഠിക്കാതെ ധൈര്യം ഉണ്ടോ ചോദിച്ചു. എനിക്ക് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ധൈര്യത്തിൻ്റെ ഉള്ള ധൈര്യം തന്നെയാണ് അവളുടെ മാർക്ക്. അവൾക്ക് അത്രയും ധൈര്യത്തോട് പഠിച്ച കാര്യം ഒരു കോച്ചിങ് ഇല്ലാതെ സ്വന്തമായിട്ട് നേടി ഒരു ബുക്ക് മാത്രം വാങ്ങിക്കൊടുത്തുള്ളൂ. 1500 റുപ്യേൻ്റെ ബുക്ക് മാത്രം വാങ്ങിക്കൊടുത്തുള്ളൂ. അതിന് തന്നെ നമുക്ക് ആ മാർക്കോട് കൂടി പാസ്സാകാല്ല ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. പാസ്സായി 90% മാർക്കോട് കൂടി പാസ്സായും ചെയ്തു. കോഴിക്കോട് NITയിൽ പ്രവേശനം ലഭിക്കുമെന്നാണ് ഹന്ന കണക്കുകൂട്ടുന്നത്. 5 വർഷമാണ് ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ കോഴ്സിന്റെ കാലാവധി. അതിനുശേഷം വിദേശത്ത് പോയി 2 വർഷം വിഷയത്തിൽ മാസ്റ്റേഴ്സ് ഇൻ ആർക്കിടെക്ചർ എടുക്കാനാണ് ഹന്നയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. Arrivals Men Apparels near Town Square, Vandoor.